എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ നിയമനമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് RRC ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 23 അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപേക്ഷ വിളിച്ചിട്ടുള്ളത് 5349 പോസ്റ്റുകളിലേക്കാണ്. ഡീറ്റെയിൽസ് നോക്കാം. പ്രായപരിധി വരുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 29 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 27 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ PWBD കാറ്റഗറിക്കും എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും 10 വയസ്സിൻ്റെ ഇളവുണ്ട്. ഓരോ കാറ്റഗറിയുടെയും ഇയർ ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ 24/3/2002 23/3/2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC/ST ആണെങ്കിൽ 24/3/1997 23/3/2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 24/3/1999 23/3/2011 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ITI സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. ITI പാസ്സായിട്ടുണ്ടായിരിക്കണം. ITI വേണ്ടത് ഏതൊക്കെ ട്രേഡുകളിലാണെന്ന് നോക്കാം. ഫിറ്റർ, വെൽഡർ, ടേണർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പെയിൻറ്റർ, ഡീസൽ മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാൻ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC, പൈപ്പ് ഫിറ്റർ, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സ്റ്റെനോഗ്രാഫർ, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ. ഇത്രയും ട്രേഡുകളുണ്ട്. ഇതിലേതെങ്കിലും ട്രേഡിൽ ITI യോഗ്യതയുള്ളവർക്ക്, ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡീറ്റെയിൽഡ് വേക്കൻസി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. EWS കാറ്റഗറിക്കും SC/STക്കും OBCക്കും ഒക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC/ST, PWBD, വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ ആപ്ലിക്കൻസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ട്രെയിനിങ് പീരീഡ് വരുന്നത് 1 ഇയർ ആണ്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഒന്നുമില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ ITIയുടെയൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് എക്സാമോ വൈവയോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് വേക്കൻസി ലിസ്റ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര വേക്കൻസിയാണുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡുകൾ തന്നെയാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.rrc-wr.com. ഇതാണ് സൈറ്റ്. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ട്രേഡ് ഏതാണെന്നുള്ളത് കൊടുക്കുക, ആധാർ നമ്പർ, മാർക്ക്, ഏത് ഡിവിഷനിലേക്കാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. ഒരു ആപ്ലിക്കൻറ്റിന് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനായിട്ട് മറക്കരുത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഡോക്യുമെൻറ്റ്സിനെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പീസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, ITIയുടെ മാർക്ക് ഷീറ്റ്,
NCVT സർട്ടിഫിക്കറ്റ്, SC/ST OBC ആപ്ലിക്കൻസ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ ആപ്ലിക്കൻസിൻ്റെ 3 മാസത്തിനകം എടുത്തിട്ടുള്ളൊരു കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടി നിങ്ങൾ നേരിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്രന്റീസ്ഷിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് SC/STയുടെ ആണ്. ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. OBCനെ കൊടുത്തിട്ടുണ്ട്, PWBD, EWS മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വെസ്റ്റേൺ റെയിൽവേയിൽ ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാം ഒന്നുമില്ല. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. നന്ദി.